എന്റെ ഈശോയെ, ഇതാരായി വരുന്നേ? വരണം സക്കീർ ഭായി. പുള്ളിക്കാരൻ ഒഴിക്കട്ടെ? അയ്യോ എന്റെ പൊന്നുമോളെ വേണ്ട. ദാണ്ട് ഈ പുള്ളിക്കാരന് കുടിയില്ല, വലിയില്ല, മറ്റേ വീക്ക്നെസ്സും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ അണ്ടർവേൾഡ് എന്നൊക്കെ പറഞ്ഞ എന്നതാ? നമ്മൾ ഈ സിനിമയെ കാണുന്നത് പോലെ ഭയങ്കര ഡിസിപ്ലിനാ അല്ലയോടോ? ആയിരി വേണ്ട. ആ എടോ സക്കീർ, ഭാഗ്യവാനാ താൻ. അതേടോ സത്യം. താണ്ട് ഇന്ന് രാവിലെ ഫോണിൽ കൂടി വിളിച്ചെന്നെ ഫയർ ചെയ്തു കേരളഭൂമി മാമച്ചായൻ. നിന്നെ പിടിച്ച് പെടലി കണ്ടിക്കണമെന്നും പറഞ്ഞിട്ട്. അറിയാവല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില കേരള ഭൂമി കണക്ഷൻസിനെ കുറിച്ച്. ഒടുക്കം താണ്ടി ഇന്നലെ ക്യാബിനറ്റിൽ കയറി ഞാൻ അങ്ങ് കടുത്തു. 100 വിട്ടു. എന്റെ പൊന്ന് CM സക്കീർ ഹുസൈൻ പത്രാഫീസിൽ കയറി ഉടക്കുണ്ടാക്കിയതിൽ മണ്ണേ മാമച്ചിന് വല്ല ദണ്ണം ഉണ്ടെങ്കിൽ ലെറ്റ് ഹിം ഗീവ് എ റിട്ടൺ കംപ്ലൈന്റ്, ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന്. വെള്ളക്കടലാസെ പരാതി എഴുതിത്ത നടപടി എടുക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, അത് നാണക്കേടാണെന്ന് മാമച്ചായൻ. വേണ്ടെങ്കിൽ വേണ്ട, പോട്ടെ പുല്ല് അല്ലേടോ അമീദ്? എക്സ്ക്യൂസ് മീ സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. യു വെയിറ്റ് ഔട്ട്സൈഡ്, ഐ കാൾ യു. സർ. പിന്നെ സക്കീർ ഭായിയുടെ മദർ വലിയൊരു അല്ല, മദർ ഈ ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ വലിയ പാർട്ടിയായിരുന്നു, വലിയ സുന്ദരിയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒടുക്കം കപ്പലേന്നെടുത്ത് കടലിച്ചാടി മരിച്ചു. 6-ാം വയസ്സിൽ താൻ പുറപ്പെട്ടു പോയി എന്നൊക്കെ ഏതാണ്ട് ഇംഗ്ലീഷ് പത്രത്തില് ഒരുപാട് വായിച്ചിട്ടുണ്ട് തന്നെ കുറിച്ച്. മിസ്റ്റർ വക്കച്ചൻ, ഇതായി കൈയെടുത്ത് മാറ്റണം. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാം പറപ്പ, ഇത്തിരി റഫാ താൻ അല്ലേടോ? കുഞ്ഞുമോളെ, ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയെ, വക്കച്ചായൻ ഒരു ആത്മബലത്തിന്. ദാണ്ടെ ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.75 ജോണി വാക്കറിന്റെ വാറല്ല, സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. പറയേ, എന്നാ വേണം നിനക്ക്? ടെൽ മീ യുവർ പ്രൈസ്. എടാ കൊച്ചനെ, അപ്പൊ അറിയാൻ നിനക്ക്. ഗുണ്ടായുസത്തിൽ നിന്റെ സ്റ്റാർ വാല്യൂ കണ്ടിട്ടൊന്നുമല്ല ലാഹയിൽ വക്കച്ചൻ നിന്നെ ഇങ്ങനെ കോംപ്രമൈസ് ടോക്കിന് വിളിച്ചു വരുത്തി കുഴമ്പിട്ട് തിരുമ്പി സൂചിപ്പിച്ചതെന്ന്. യു നോ മൈ ഇന്റൻഷൻസ്. ഊഹിച്ചെങ്കിലും കാണും നീ ആരായി ലാഹയിൽ വക്കച്ചന്റെ പിന്നിലെന്ന്. നീ ഒന്ന് പോടിയോട്. അങ്ങനെ അങ്ങ് പോയാലോ നീയെ? എടാ അതോ ലോകം, ഇപ്പത്തെ 2 കണ്ടില്ലേ നീ? വക്കച്ചന്റെ 2 മുഖങ്ങള്. ഇനി ഇതും കൂടാതെ 3-ാമതൊരെണ്ണം കൂടിയുണ്ട് വക്കച്ചന്, 3-ാമതൊരു മുഖം. നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ, അതെങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും. അതങ്ങ് ബോംബെയില്. ഈ ലാഹേല് വക്കച്ചൻ തിരുവനന്തപുരത്ത് ഒന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ ഒലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിയിട്ടല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ. എടാ ദാണ്ട് ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടാ ഈ ലാഹേൽ വക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില്, എന്റെ നാട്ടില്. കൈ വിടണ വക്കച്ചൻ സാർ പ്ലീസ്. വക്കച്ചൻ സാറോ? നിന്നെ ഏത് പള്ളിക്കൂടത്തിലാണ് വക്കച്ചൻ പഠിപ്പിച്ചത്? എടാ സക്കീറേ, ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ദാണ്ടിങ്ങനെ ചൂണ്ടുവിരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹേലി വക്കച്ചന് 24 നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായും തലയണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ. പക്ഷെ അത് വേണ്ടടാ. എടാ, ലാഹേല് വക്കച്ചന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേല് വക്കച്ചന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേല് വക്കച്ചൻ ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്നു നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ, പ്രജകള്. ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില്. ദാണ്ടേ പട്ടിയെ ഞൊടിക്കുന്നത് പോലൊന്നും ഞൊടിച്ചാ മതി, അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നും നിന്നെ. അതും വേണ്ടടാ. ദാണ്ടേ ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാര് പാണ്ടികളുണ്ട് എന്റെ തോട്ടത്തില്. ആള് കോര ഫുള്ള് വെച്ച് വാങ്ങിച്ച് അവര് അണ്ണാക്കയിലോട്ട് ഞൊട്ടിച്ചു കൊടുത്താ മതിയടാ. വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാഴി എസ്റ്റേറ്റിലേക്ക്. എന്നിട്ട് ആള് വലിപ്പത്തിലുള്ള ആസിഡ് കന്നാസിലിട്ട് നിന്നെ ദ്രവിപ്പിക്കും. എന്നിട്ട് റബ്ബറിന് ഉറയൊഴിക്കും നിന്നെയും ദാണ്ട് ഇവനെയും പിന്നെ നിന്റെ മറ്റേ ബാപ്പൂനെ. അതൊന്നും വേണ്ടടാ കുഞ്ഞെ. ദാ ഇത് കണ്ടോ നീയെ? ഈ കൈ കണ്ടോ നീയെ? ഇവത്തെ തഴമ്പ് കണ്ടോ നീയെ? കഴിഞ്ഞ 10-45 കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയതിന്റെ തഴമ്പാടാ ഈ വക്കച്ചന്റെ കയ്യില്. ഇത് കണ്ടോ നീയെ? നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ. കൊന്നിട്ടുണ്ടടാ.
ഡാ, നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് പുൾത്രൂ അടുപ്പിച്ച് അങ്ങ് ഭരണങ്ങാനത്തെ ലാഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയേല് ആണിയടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ. ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. വേണ്ടി വന്നാൽ അവത്തേലൊരെണ്ണം എടുക്കും ലാഹേൽ വക്കച്ചൻ. എന്നിട്ട് അത് നിന്റെ നെഞ്ചത്തോട്ട്